പറഞ്ഞിട്ടൊന്നും ആരും എടുക്കും കട്ട് ചെയ്ത് പറഞ്ഞ് 28 മിനിറ്റിൽ കാര്യമൊക്കെ ശരി, നീ പറയാനൊക്കെ ശരിയാണ്. പക്ഷെ വേറെ കാര്യമുണ്ട്. ഈ നാടോടുമ്പോ നടുവേ ഓടണമെന്നുള്ളൊരു ചൊല്ലുണ്ട്. നീ ചെയ്യാനുള്ളത് എല്ലാ കാര്യങ്ങളും നീ ചെയ്ത് അച്ഛനെ അമ്മയെ നോക്കി നിന്റെ ഇഷ്ടത്തിനൊരു പെണ്ണിനെ കൊണ്ടുവന്ന് ആ പെണ്ണും നീയും കൂടി അച്ഛനെ അമ്മയും മരണം വരെ നോക്കി നിന്നെ കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയും ഉണ്ട്, ഒരു കുഞ്ഞുമുണ്ട്. എടാ, നീ ചെയ്യാനുള്ളതെല്ലാം നീ ചെയ്തിട്ടുണ്ട്. അത് നിന്റെ കടമയും ചെയ്യാൻ ബാധ്യസ്ഥരമാണ്. പക്ഷെ ഇപ്പൊ മണി എത്രയെന്നറിയാമോ? 3 മണി കഴിഞ്ഞു. അവരും പട്ടിണിക്കിരിക്കല്ലേ. അതുകൊണ്ട് വേഗം ചെന്ന് ഭക്ഷണം കഴിക്കും. അപ്പൊ ഓക്കേടാ. ആ ശരി. എത്ര നേരമായിട്ടാ കാത്തിരിക്കണത്? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? എന്നിട്ടാണ് ഇങ്ങനെ കാണിക്കണത്? നിങ്ങളെല്ലാം കഴിച്ചോ? ഇല്ലടി. എടി, കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? അത് നിനക്കറിയാവുന്നതാണല്ലേ? അതെ, കഴിഞ്ഞ 3 വർഷമായി ഞാൻ ഇത് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാ. ഇന്നത്തെ ഒരു ദിവസമല്ലേ നിങ്ങളിങ്ങനെ കാണിക്കുന്നേ? അതിനിപ്പോൾ എന്താണ് ഏട്ടൻ പറഞ്ഞു വരുന്നത്? ഞാനും കുഞ്ഞും കൂടെ അമ്പലത്തിൽ പോയി വഴിപാടുകളെല്ലാം കഴിഞ്ഞു വന്നിരിക്കുക. അതിനിപ്പോൾ ഇത്ര വിഷമിക്കേണ്ട കാര്യം എന്താ? നമ്മുടെ വിവാഹത്തിന് എൻ്റെയും നിൻ്റെയും കുടുംബക്കാർ തമ്മിൽ എതിർപ്പായിരുന്നല്ലോ. നമുക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോൾ അവരുടെ പിണക്കമൊക്കെ മാറിയതല്ലേ? നമ്മളും അങ്ങനെ തന്നെ ആയിരുന്നില്ലേ? അച്ഛൻ മരിച്ചിട്ട് 3 വർഷമാകുന്നു. ഈ കറുത്ത ദിവസം എൻ്റെ അച്ഛൻ എൻ്റെ കൂട്ടത്തിൽ ഇല്ലല്ല എന്നൊരു സങ്കടം. ഏട്ടാ, അച്ഛനും അമ്മയൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ വേണം അവർക്കായി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. അതൊക്കെ നമ്മൾ ചെയ്തതല്ലേ. മരിച്ചു കഴിഞ്ഞിട്ട് ഇതൊക്കെ ചെയ്യുന്നതിൽ ഒരർത്ഥവും ഇല്ല. നീ പറഞ്ഞതിലും കാര്യമുണ്ട്. എങ്കിലും വാ, വിശക്കണ്, വാ ഭക്ഷണം എടുക്കാം. പങ്കെടുക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ 3 വർഷം മുമ്പ് അച്ഛൻ മരിച്ചു. അന്ന് മുതൽ ഞാനിങ്ങനെ ഓരോ കറുത്ത ദിവസവും ഇപ്പോൾ എന്തെങ്കിലും വീട്ടുകാർക്ക് പോകും. ഞങ്ങൾ ഒരു എന്തുമില്ല. അപ്പം അത് നിങ്ങൾക്കും അറിയാം. അപ്പം